ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മേൻ്റെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട്, പേര് സംഗീത നിശ എന്നാണ്. അതിൽ അമ്മേനെ കൂടാതെ അമ്മേൻ്റെ സ്കൂളിൽ 2 ടീച്ചർമാരുണ്ട്, കവിത ടീച്ചർ പിന്നെ പ്രിയ ടീച്ചർ. ഇപ്പോൾ വണ്ടി ഓടിക്കുന്നതാണ് കവിത ടീച്ചർ. കവിത ടീച്ചറെ വണ്ടിയിൽ കണ്ണൂരിലെ ശ്രീകൃഷ്ണ ബീച്ച് റിസോർട്ടിലാണ് ഇങ്ങനൊരു 5ാം വാർഷികത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയിൽ അതായത് എൻ്റെ അമ്മയും ടീച്ചർമാരും വേറെ കുറേ ആൾ കൂടി ഉണ്ടായിരുന്നു ഗ്രൂപ്പിലത്തെ. അവരൊക്കെ പാട്ട് പാടും. അപ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഡാൻസ് കളിക്കും. അപ്പോൾ എൻ്റെ കൂടിയിരിക്കുന്ന കുട്ടിയാണ് ഋദ്ധി. എൻ്റെ 2 ദിവസം കൊണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതും മാത്രമല്ല, എൻ്റെ 2ാമത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ആയി. കവിത ടീച്ചറെ മരുമോളാണ് ഋദ്ധി. അപ്പോൾ എന്നെക്കാട്ടും മൂത്തതാണ്, എന്നാലും അങ്ങനെയൊന്നും നമ്മളല്ലല്ലോ. അപ്പോൾ നമ്മൾ പരിപാടിക്ക് വേണ്ടിയാണ് ഒരേപോലത്തെ ഡ്രസ്സും ഇട്ടിട്ടുള്ളത്. പാട്ട് പാടുന്നവർ ഒരേപോലത്തെ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആണെങ്കിൽ നമ്മൾ റിസോർട്ടിലേക്ക് വന്നു. അവിടെ ഭയങ്കര കാറ്റായിരുന്നു. കാറ്റെന്ന് പറഞ്ഞാൽ ആ കാറ്റ് ഞാൻ കാണിച്ചു തരാൻ പറ്റും കേട്ടോ. ഇതാണ് ഋദ്ധീൻ്റെ മുടി മൊത്തം പാറുമായിരുന്നു. എൻ്റെ മുടി എത്ര പാറിയില്ല, സ്വാഭാവികം. അപ്പോൾ പിന്നെന്ന് പറയുന്നത്, ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. നല്ല സ്ഥലമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ താമസിക്കാനൊന്നല്ല പോയത്. ഡാൻസ് കളിക്കുന്നു, പോയി തിരിച്ചു വരുന്നു, അങ്ങനെയല്ല പോയത്. രാവിലെ 7 മണിക്ക് അങ്ങോട്ടാണ് വന്നത്. വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തിയത് 8 മണിക്കാണ്. കണ്ണൂരിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ബീച്ച് റിസോർട്ട് എന്ന് അറിയപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു റിസോർട്ടിൻ്റെ തൊട്ട് മുമ്പിലോ ഏതൊരു സൈഡിലായിട്ട് ബീച്ചുണ്ട്. അത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കണ്ടാൽ മനസ്സിലാവും. അവിടെ ഒരു ശിവൻ്റെ വലിയ ഗോൾഡൻ്റെ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ കയറി. ഇപ്പം ഞാനും അമ്മേനോട് ലിഫ്റ്റ് കയറിക്കോട്ടെ പറഞ്ഞ് വാശി പിടിക്കുന്നതാണ് ദൃശ്യം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വന്നു. ഡാൻസ് കളിക്കുന്ന മൊമെൻ്റ് ആയിട്ടില്ല, കുറച്ചും കഴിഞ്ഞാലാവും. നമ്മളെ കമ്മലെല്ലാം നല്ല രസമില്ല. എല്ലാം നമ്മൾ ഒരുമിച്ച് പോയി ഡ്രസ്സൊക്കെ എടുത്ത് ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്തൊക്കെയാണ് കേട്ടോ. അപ്പാണ് നമ്മൾ കുറച്ചും കൂടി മിണ്ടാൻ തുടങ്ങിയത്, ഞാനും ധൃതി. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഫോട്ടോ ഒക്കെ എടുത്ത് സീറ്റ് പിടിച്ചു. സീറ്റിൽ ആദ്യത്തെ കുറേ ചടങ്ങിലൊന്നും നമ്മളുണ്ടായില്ല. അത് കഴിഞ്ഞിട്ടുള്ള സ്വാഗത ഗാനത്തിലായിരുന്നു നമ്മളുടെ എൻട്രി. അപ്പോഴത്തേക്ക് ടെൻഷൻ ആവുന്ന ഭയങ്കര. എന്നാലും നമ്മൾ വളരെ നന്നായിട്ട് കളിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കാണെങ്കിൽ ബോറടിക്കായിരുന്നു. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ എൻ്റെ ബോറടി പോയി ഗൈസ്. ഇപ്പം പറയും ഗൈസ് അല്ല ഫ്രണ്ട്സ്, അതായത് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വ്യക്തി വലിയൊരു പാട്ടുകാരനാണ്. ഒരു അനിയൻ കൂടി ഉണ്ട് കേട്ടോ. ഇപ്പം കാണുന്നത് വലിയൊരു പാട്ടുകാരനാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തും പാടിയ ഒട്ടേറെ ഭാഷകളിൽ പാടിയ ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എനിക്കൊരു അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ അവരൊപ്പം ഇരുന്ന് ചോറ് കഴിച്ചു. എൻ്റെ അത്രയും സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേറെ 2 പാട്ടുകാരുണ്ടായിരുന്നു, ഒരു അനിയനും ഏട്ടനും. അപ്പം അവർ രണ്ടാളും എന്താ പറയുക, അവർ രണ്ടാളെയും ഞാൻ അടുത്തുനിന്ന് കണ്ടു, സംസാരിച്ചു. ഇനി ഇപ്പോൾ പ്രിയ ടീച്ചറേയും വേറെ ഒരു സതീഷ് എന്ന് പറഞ്ഞ അവർ 2ആളും കൂടി ഒരു ഗാനം പാടുന്നുള്ളത്. അപ്പോഴത്തേക്കെല്ലാം എൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. നന്നായി കടിച്ചിരുന്നു. പക്ഷേ ഈ വീഡിയോ ഞാനെടുത്തതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഡാൻസ് തെറ്റി. പക്ഷെ ആരും ഇത് കണ്ടില്ല, ആർക്കും ഇത് മനസ്സിലായില്ല. ആ സന്തോഷം. പിന്നെ നമ്മൾ ആടുന്ന ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ, ചൂടെടുത്തിരിക്കാനാണെന്നുണ്ടായിരുന്നില്ല. നല്ല റിസോർട്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കുറേ നടന്നു. പിന്നെ കുറേ പരിപാടി